ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയാണ് നമ്മുടെ ഇന്ത്യ. പക്ഷേ ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ പോലെ അഗ്രസീവായിട്ട് സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അഗ്രസീവായിട്ട് സൈനിക അഭ്യാസം നടത്തിക്കൊണ്ട് ലോകത്തെയോ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളെയോ വിറപ്പിക്കുകയോ ചെയ്യാറില്ല. വളരെ കാമായിട്ട് ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ ഇന്ത്യക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. സമാനമായിട്ട് നമ്മുടെ രാജ്യം അത്തരം ഒരു തീരുമാനത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ത്യയുടെ ആർമി ചീഫ് ഇന്ത്യക്കൊരു റോക്കറ്റ് ഫോഴ്സിന്റെ ആവശ്യം ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് ചുറ്റും അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടുന്ന നമ്മുടെ റീജിയണിൽ ഉണ്ടായിരിക്കുന്ന പല വെല്ലുവിളികളുമുണ്ട്, പ്രത്യേകിച്ച് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വെല്ലുവിളികൾ. ഈ സാഹചര്യത്തിൽ അതിനെയൊക്കെ നേരിടാനായിട്ട് ഒരു ഫോഴ്സ് കൂടി നമുക്ക് ആവശ്യമാണ്. റോക്കറ്റ് കം മിസൈൽ ഫോഴ്സ് ആണ് നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ രൂപീകരിക്കാനായിട്ട് ഇന്ത്യ ആലോചിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നിലവിലുണ്ടായിരുന്ന ഒരു ലോങ് പെൻഡിങ് ഡിമാൻഡ് ആണിതെന്നാണ് നമ്മുടെ മിലിറ്ററി ഹെഡ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് ഏറ്റവും അത്യാവശ്യം ഇത്തരം ഒരു ഫോഴ്സ് ആവശ്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ യുദ്ധങ്ങളിൽ ഈ റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ വളരെ പ്രധാനമാണെന്നും മിലിറ്ററി ചീഫ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ആയിക്കോട്ടെ, യുക്രൈന്റെ യുദ്ധമായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധങ്ങളായിക്കോട്ടെ, ഇവിടെ എല്ലാം തന്നെ നോൺ കോണ്ടാക്ട് വാർഫെയർ എന്ന് പറയുന്നത് വളരെ പ്രധാനമായി കാണാൻ കഴിയുന്ന ഒരു ഫാക്ടറാണ്. എന്ന് വെച്ചാൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നോൺ കോണ്ടാക്ട് യുദ്ധങ്ങളുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു റോക്കറ്റ് കം മിസൈൽ ഫോഴ്സ് ഇന്ത്യക്ക് ആവശ്യമായിട്ട് വരുന്നതും. അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് മിസൈൽ ഫോഴ്സ് ആയിരിക്കും നമ്മൾ നിർമ്മിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓൾറെഡി ചൈനയൊക്കെ ഇങ്ങനത്തെ ഒരു ഫോഴ്സിനെ നിർമ്മിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും നമ്മുടെ ഈ റോക്കറ്റ് ഫോഴ്സ് പ്രവർത്തിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഇതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി യൂണിറ്റ് ആയിരിക്കും. ഒരൊറ്റ കമാൻഡിന് കീഴിൽ ലോങ് റേഞ്ച് റോക്കറ്റുകളും മിസൈലുകളും ഉൾപ്പെടുന്ന ഒരു ഫോഴ്സ്. ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ്. ഇന്ത്യ കണ്ണുമടച്ച് ഇനി പഴയതുപോലെ ആരെയും വിശ്വസിക്കാൻ പോകുന്നില്ല. ചൈനയെ ആയാലും പാകിസ്ഥാനെ ആയാലും ബംഗ്ലാദേശിനെ ആയാലും ഒരു രാജ്യത്തെയും വിശ്വസിക്കാൻ പോകുന്നില്ല. എത്രയൊക്കെ ഇന്ത്യയോട് സൗഹൃദം നടിച്ചു വന്നാലും അതിന് പുറകിൽ ഒരു അപകട സാധ്യത മുന്നിൽ കാണുക തന്നെ ചെയ്യും. ഗാൽവാൻ പോലെയുള്ള സാധ്യതകൾ ഇപ്പോഴും അവസാനിച്ചിട്ടൊന്നുമില്ല. അതുപോലെ തന്നെയാണ് പാകിസ്ഥാനും. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബംഗ്ലാദേശുമായിട്ട് താരതമ്യേന നല്ല ബന്ധമുണ്ടായിരുന്നപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് അതിർത്തികളിൽ വലിയ കുഴപ്പമില്ല. ഇപ്പോ 3 രാജ്യങ്ങളുടെ അതിർത്തികൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരികയാണ്: ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ചൈന. അപ്പൊ അത് നമുക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള നമ്മുടെ ഫോഴ്സുകളെ യൂസ് ചെയ്തുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ട ആവശ്യം വരുന്നത്. ഈ ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ ഓൾറെഡി തന്നെ റോക്കറ്റ് കം മിസൈൽ മിലിറ്ററി യൂണിറ്റുകൾ ഉണ്ട്. ഇന്ത്യ ഇത്രയും കാലം അത് വേണ്ട എന്ന നിലപാടിലായിരുന്നു. പക്ഷെ നിലവിലെ സാഹചര്യത്തിലാണ് ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. നിലവില് ഇന്ത്യയുടെ ഈ മിസൈല്, റോക്കറ്റ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് AAD അഥവാ ആർമി എയർ ഡിഫൻസ് ആണ്. അതെ, ആർട്ടിലറി റെജിമെന്റ്സും ഈ മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ അതിന് പുറമെ ഒരു റോക്കറ്റ് മിസൈൽ ഫോഴ്സ് കൂടി രൂപീകരിക്കാനാണ് ആലോചിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ഇന്ത്യ ഇന്ന് റോക്കറ്റുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ, റോക്കറ്റുകളുടെ നിർമ്മാണത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയുടെ പിനാക റോക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഫ്രാൻസിനെ പോലെ ഇന്ത്യക്ക് മുമ്പേ തന്നെ ഡിഫൻസ് രംഗത്ത് വളരെ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു രാജ്യത്തെ പോലും അതിശയിപ്പിച്ച ഒരു സിസ്റ്റമാണ് ഇന്ത്യയുടെ പിനാക റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ തന്നെ പിനാകയുടെ ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് സിസ്റ്റം ഉണ്ട്. മാക്സിമം 120 കിലോമീറ്റർ ആയിരിക്കും ഇത് പോകുന്നത്. ഈ ഒരു സിസ്റ്റം ഒക്കെ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും നമുക്ക് ധാരാളം മിസൈലുകൾ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഈ ഒരു റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചാൽ മതി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നൽകും. ലോങ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാനെയും ചൈനയുമായിട്ടൊക്കെ ഒരു യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് വലിയ നാശനഷ്ടം വളരെ ചിലവ് കുറച്ചുകൊണ്ട് നമുക്ക് നടത്താൻ കഴിയും. ഇത് മാത്രമല്ല, നമുക്ക് 300, 350, 450 ഒക്കെ കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകളുണ്ട്. ഈ മിസൈലുകളെയും നമുക്ക് ഈ പറയുന്ന ഒരു ഫോഴ്സിന് കീഴിൽ കൊണ്ടുവരാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.